മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ പേര് പരാമർശിക്കാതെ CPIM പ്രസ്താവന. കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. SNDP മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോകേണ്ടതെന്നും CPIM പറയുന്നു. അർജുൻ രാജ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വെള്ളാപ്പള്ളിയുടെ പേരുണ്ട്. പക്ഷേ CPIM ഔദ്യോഗികമായി പുറത്തിറക്കുമ്പോൾ ആ പേര് പറയാൻ മടിയാണോ CPIM-ന്? രുചീഷ്, അങ്ങനെ തന്നെ കാണേണ്ടി വരും. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള M സ്വരാജ് വെള്ളാപ്പള്ളിയുടെ പേര് പരാമർശിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ളത് നിരുത്തരവാദമായിട്ടുള്ള പരാമർശമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിമർശനം ഉന്നയിച്ചത്. പക്ഷേ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന പേര് ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് വെള്ളാപ്പള്ളി എന്ന പേര് ആ പ്രസ്താവനയിൽ ഉടനീളം ഒരു ഘട്ടത്തിലും പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. SNDP മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. ഏതൊരു ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളും ആർക്കും അവതരിപ്പിക്കാം, അത് മതവൈര്യം ഉൾപ്പെടെ ഉണ്ടാക്കുന്ന തരത്തിൽ ആവരുതെന്നാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരും നടത്തരുത്. അതിന്റെ മതനിരപേക്ഷ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ന്യൂനപക്ഷ അവകാശങ്ങളെ കാണുന്നതെന്നും CPIM സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതേസമയത്ത് SNDP ഉയർത്തിയിട്ടുള്ള മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾ എന്ന് പറയുമ്പോൾ കൂടിയും വെള്ളാപ്പള്ളി നടേശൻ എന്ന പേര് ഒരു ഘട്ടത്തിലും പരാമർശിച്ചിട്ടില്ല. മതങ്ങളുടെ സാരം ഏകമാണെന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള നിലപാടുകളാണ് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതെന്ന് CPIM-ന്റെ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്ന പേര് ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഏതൊരു ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളും ആർക്കും എങ്ങനെയും അവതരിപ്പിക്കാം, അത് പക്ഷേ മതവൈര്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാവരുതെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം, പക്ഷെ അത് ഇത്തരത്തിലുള്ള മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറരുതെന്ന മുന്നറിയിപ്പ് CPIM-ന്റെ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. നേരത്തെ രുചീഷ് പറഞ്ഞതുപോലെ തന്നെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് M സ്വരാജ് പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ പരാമർശം നിരുത്തരവാദപരമാണ്, അത് SNDP-യുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതല്ല, ഇത്തരം പരാമർശങ്ങൾ കേരള ജനത തള്ളിക്കളയുമെന്നായിരുന്നു M സ്വരാജിന്റെ പ്രസ്താവന. അത് പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ കൂടിയും പൂർണ്ണമായും വെള്ളാപ്പള്ളി നടേശനെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പരാമർശമല്ല, പ്രസ്താവനയല്ല CPIM നടത്തിയിട്ടുള്ളതെന്നുള്ളത് ശ്രദ്ധേയമാണ്. SNDP-യുടെ മൂല്യങ്ങളും SNDP ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളും അതല്ല എന്ന് പറയുമ്പോൾ കൂടിയും ഇത്തരത്തിൽ മതവിദ്വേഷം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വർഗീയപരമായിട്ടുള്ള പരാമർശം നടത്തിയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും തള്ളിപ്പറയാതെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് അത് തന്നെയാണ്. അർജുൻ രാജ്, എന്തായാലും ജാതി ചോദിക്കരുത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനെ ഓർക്കാനെങ്കിലും വെള്ളാപ്പള്ളി ഈ നിമിഷം തയ്യാറാകണം എന്ന് പറയേണ്ടതിന് പകരം വെള്ളാപ്പള്ളിയുടെ പേര് പറയാതെയാണ് CPIM ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.